ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറിന്റെ അഭിമാനമായ കരിപ്പൂർ വിമാനത്താവള വികസനം വീണ്ടും അവതാളത്തിലേക്ക്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുമ്പോഴും ഏറെ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. നിലവിലുള്ള 321 വിമാനത്തിന്റെ സർവീസ് പിൻവലിക്കുന്നതോടുകൂടി മലബാർ മേഖലയിൽ നിന്നുള്ള ഗൾഫിലേക്കുള്ള കയറ്റുമതി സ്തംഭനാവസ്ഥയിലാകും. വിവിധ വകുപ്പുകളിലെ അഴിമതിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് വിമാനത്താവളം സ്തംഭനാവസ്ഥയിലേക്ക്. വിവിധ വകുപ്പുകളിലെ അഴിമതി തടയുന്നതിന് സിബിഐ അന്വേഷണം നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. സോഫ്റ്റ്വെയറിന്റെ തകരാർ കാരണം അധ്യാപകർക്കായുള്ള ഇലക്ഷൻ ക്ലാസിൽ അനിശ്ചിതത്വം. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ക്ലാസുകൾ പുനരാരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ മുന്നേറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. എയർ ഇന്ത്യ, വ്യോമയാന വകുപ്പ്, എയർപോർട്ട് അതോറിറ്റി എന്നീ വകുപ്പുകളിൽ കോടികളുടെ അഴിമതികളാണ് നടക്കുന്നതെന്നും ഇതിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം വർക്കിംഗ് ചെയർമാൻ കെ എം ബഷീർ പറഞ്ഞു. കോഴിക്കോട് ഷാർജ, കോഴിക്കോട് ദുബായ് റൂട്ടുകളിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 321 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ പിൻവലിച്ച് പകരം ശക്തി കുറഞ്ഞ 320 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ സർവീസിനായി വിട്ടുകൊടുക്കുവാൻ എയർ ഇന്ത്യയുടെ ഉന്നതർ അണിയറയിൽ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ 320 വിമാനം സർവീസിനായി വിട്ടുകൊടുക്കുന്നതോടുകൂടി യുഎഇയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തോത് 20% കുറയും. നിലവിലുള്ള വിമാനത്തിൽ ദിവസേന 10 ടണ്ണോളം പച്ചക്കറികൾ കയറ്റി അയക്കുന്നുണ്ട്. 320 വിമാനം വരുന്നതോടുകൂടി 2 ടൺ പോലും പച്ചക്കറികൾ കയറ്റി അയക്കുവാൻ സാധിക്കില്ല. മലബാറിന്റെ വിവിധ ജില്ലകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ നില വീണ്ടും പ്രതിസന്ധിയിലാകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ കരിപ്പൂരിലെ തകർന്ന 1500 അടി റൺവേയുടെ പുനർനിർമ്മാണ ജോലികൾ നടക്കുകയാണ്. 7880 അടി റൺവേ ഉപയോഗിച്ചാണ് നിലവിൽ വിമാനങ്ങൾ കരിപ്പൂരിൽ സർവീസ് നടത്തുന്നത്. 6000 അടി റൺവേയിൽ 321 വിമാനങ്ങൾക്ക് സർവീസ് നടത്താനാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 321 കരിപ്പൂരിൽ നിന്ന് പിൻവലിക്കുവാൻ യാതൊരു സാങ്കേതിക കാരണങ്ങളുമില്ല. ഈ അടുത്ത് ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് സർവീസ് ആരംഭിക്കുന്ന സ്വകാര്യ വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റിനെ സഹായിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് എയർ ഇന്ത്യയുടെയും വ്യോമയാന വകുപ്പിന്റെയും ഉന്നതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസാധാരണ സേവനമായാണ് കാണാൻ സാധിക്കൂവെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. മലബാറിന്റെ അഭിമാനമായ കരിപ്പൂർ വിമാനത്താവളത്തെ ദയാവധം നൽകി അവസാനിപ്പിക്കാൻ സ്വകാര്യ വിമാനത്താവളങ്ങളിൽ കോടികൾ മുടക്കിയവർ ഗൂഢനീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 1 റൺവേയുടെ അറ്റകുറ്റപ്പണി തുടങ്ങാനായി അനുമതിപത്രം നൽകാതെ ഫയൽ പൂഴ്ത്തിവച്ചത് നെടുമ്പാശ്ശേരിയിലെ ചില ഉന്നതരും എയർപോർട്ട് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിരുന്നു. സെപ്റ്റംബർ 8 മുതൽ 14 വരെ കോഴിക്കോട് മാനാഞ്ചിറയിൽ നടത്തിയ സമരത്തെ തുടർന്നാണ് മുങ്ങിപ്പോയ പല ഫയലുകളും വെളിച്ചം കണ്ടത്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. എയർ ഇന്ത്യ, വ്യോമയാന വകുപ്പ്, എയർപോർട്ട് അതോറിറ്റി എന്നീ വകുപ്പുകളുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിബിഐ നേരിട്ട് അന്വേഷിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കണമെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ നിന്ന് ലാഭത്തിലോടുന്ന എയർ ഇന്ത്യയുടെ ഇന്ത്യയിലേക്കുള്ള പല റൂട്ടുകളും പിൻവലിച്ചുകൊണ്ട് മറ്റ് വിദേശ വിമാന കമ്പനികൾക്ക് വഴിമാറി കൊടുക്കുന്ന നടപടികൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉന്നതർ കനത്ത സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അധ്യാപകർക്ക് ഇലക്ഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സോഫ്റ്റ്വെയറിന്റെ തകരാറ് കാരണം 600ഓളം പേരാണ് ക്ലാസുകൾക്ക് എത്തിയത്. ഇത് പ്രതിഷേധത്തിനിടയാക്കി. ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അധ്യാപകർക്ക് നൽകുന്ന ഇലക്ഷൻ ക്ലാസുകൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചത്. എന്നാൽ NIC രൂപീകരിച്ച സോഫ്റ്റ്വെയറിന്റെ തകരാറും മെസ്സേജ് കിട്ടിയതിലെ അപാകതയും കാരണം 130 പേരടങ്ങുന്ന ക്ലാസിനായി കോഴിക്കോട് ടൗൺ ഹാളിലെത്തിയത് 600ഓളം പേരാണ്. 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ക്ലാസ് എണ്ണം കൂടിയതനുസരിച്ച് കുറച്ചുപേരെ ടീച്ചർ ട്രെയിനിംഗ് കോളേജിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ അവിടെ ക്ലാസ് എടുക്കാൻ ഉദ്യോഗസ്ഥരോ അടിസ്ഥാന സൌകര്യങ്ങളോ ലഭ്യമായിരുന്നില്ല. തുടർന്ന് അധ്യാപകർ പ്രതിഷേധവുമായി ടൗൺഹാളിൽ തന്നെ എത്തി. ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിനു ശേഷമാണ് കോഴിക്കോട് ടൗൺഹാളിൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ തുടങ്ങിയത്. പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ക്ലാസുകൾ ഏറെ വൈകിയാണ് ആരംഭിച്ചത്. ഒരുപറ്റം അധ്യാപകർ പ്രശ്നമുണ്ടാക്കിയതോടെ വന്നവർക്കെല്ലാം അറ്റൻഡൻസ് ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. 1 മുതൽ 65 വരെയുള്ളവർക്ക് രാവിലെയും 66 മുതൽ 130 വരെയുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് നേരത്തെ ക്ലാസുകൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ തകരാർ മൂലം എല്ലാവർക്കും ഒരേ സമയത്തിൽ വരാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നുവെന്ന് കോർപ്പറേഷൻ റിട്ടേണിംഗ് ഓഫീസർ മറിയം ഹസീന പറഞ്ഞു. ടൗൺഹാളിലെത്തിയവർ തിക്കും തിരക്കും കൂട്ടി നിന്നാണ് ക്ലാസുകൾ കേട്ടത്. സീനിയർ സൂപ്രണ്ട് ADP ഓഫീസർ CK വിജയകുമാർ, കോട്ടൂളി വില്ലേജ് ഓഫീസർ സണ്ണി മാത്യു തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. വളയനാട് വില്ലേജ് ഓഫീസർ K സജീവൻ വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ PK പ്രഭാവതി, K മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് KV സുബ്രഹ്മണ്യൻ. തെരഞ്ഞെടുപ്പ് രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം കോർപ്പറേഷൻ 29 വാർഡ് പൊറ്റമ്മലിൽ നിന്നാണ് ജനവിധി തേടുന്നത്. 4 പതിറ്റാണ്ടുകാലം തുടർച്ചയായി ഭരിച്ചിട്ടും യാതൊരു വികസനവും നടപ്പിലാക്കാത്ത പ്രദേശങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് KV സുബ്രഹ്മണ്യൻ. കോർപ്പറേഷൻ 29 വാർഡ് പൊറ്റമ്മലിൽ നിന്നാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. കഴിഞ്ഞ 16 വർഷക്കാലമായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, നിർധനരായ രോഗികൾക്ക് മരുന്നും അവശരായ രോഗികൾക്ക് വീൽചെയർ അടക്കമുള്ള സാമഗ്രികൾ സൌജന്യമായി നൽകുന്ന കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ ഡയറക്ടർ, സിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മുൻ ഡയറക്ടർ, കോഴിക്കോട്ടെ ജനകീയനായ MP MK രാഘവന്റെ പ്രതിനിധിയായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS മെമ്പർ എന്നീ നിലകളിൽ സേവന രംഗത്തും ജീവകാരുണ്യ മേഖലകളിലും പ്രവർത്തിച്ചുവരുന്ന ഇദ്ദേഹം നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ്. 39 വർഷക്കാലം കോർപ്പറേഷൻ ഭരിച്ച CPMന്റെ നേതൃത്വത്തിലുള്ള മുന്നണി നാടിന്റെ വികസനം മുരടിപ്പിക്കുകയാണ് ചെയ്തത്. 35 വർഷമായി ഇന്നും കടലാസിലൊതുങ്ങുന്ന പൊറ്റമ്മൽ മിനി സ്റ്റേഡിയം ഒരു ഉദാഹരണം മാത്രം. കൊടമോളിക്കുന്നിലെയും ഏരവത്തുകുന്ന് വാർഡുകളിലെ പ്രചാരണത്തിനാണ് ഇദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഉദാഹരണത്തിന് കൊടമോളിക്കുന്ന്, എരവത്തുകുന്ന് പ്രദേശങ്ങളിൽ ശുദ്ധജലം കിട്ടുന്നതിന് വെള്ളം ഒരു വിധത്തിലുള്ള സൗകര്യവുമില്ലാത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് ഇതുവരെ ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, സഞ്ചാരയോഗ്യമായ വഴികൾ, ചെറിയ ചെറിയ വഴികൾ പോലും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്കാണ് കാണുന്നത് എല്ലാ പ്രദേശത്തും. ഏറ്റവും വളരെ നിസ്സാരമായി ചെയ്യാവുന്നതാണ് സ്ട്രീറ്റ് ലൈറ്റ്. ആ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താത്ത പ്രദേശങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. കുടിവെള്ളം, റോഡ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി വർഷങ്ങളായി നാട്ടുകാർ മുറവിളി കൂട്ടുകയാണ്. എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഭരണാധികാരികൾക്കായില്ല. ചെറുപ്പക്കാരുടെ സ്വപ്നമായിരുന്ന പൊറ്റമ്മൽ കളിസ്ഥലം ഇന്നും ഓർമ്മയിൽ മാത്രം തങ്ങി നിൽക്കുന്ന കാര്യമാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താനോ എരവത്തുകുന്ന് പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാനോ കഴിയാത്ത ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് ജനങ്ങളുടെ കൂടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനൊരുങ്ങുകയാണ് ഈ സ്ഥാനാർത്ഥി. കോഴിക്കോട് ജില്ലയിലെ പുതിയ മുനിസിപ്പാലിറ്റിയായ മുക്കത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇരുമുന്നണികൾക്കും തലവേദനയാണ്. ഒരു കൌതുകത്തിനായി നാമനിർദ്ദേശ പത്രിക നൽകിയ പ്രാദേശിക ചാനലിലെ ക്യാമറാമാനായ GN ആസാദിന്റെ സ്ഥാനാർത്ഥിത്വം ഇതിനകം തന്നെ നാട്ടിൽ ചർച്ചയായി കഴിഞ്ഞു. മാധ്യമപ്രവർത്തനത്തിന് അല്പം വിശ്രമം നൽകി കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ തന്റെ കഴിവ് തെളിയിക്കാനൊരുങ്ങുകയാണ് മുക്കത്തെ പ്രാദേശിക ക്യാമറാമാൻ. മുക്കം മുനിസിപ്പാലിറ്റി 15ാം ഡിവിഷനിൽ കയ്യിട്ടാമ്പൊയിലിൽ നിന്ന് TV ചിഹ്നത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ GN ആസാദ് മത്സരിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിലൂടെ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനും സാധാരണക്കാരന് നീതി ലഭിക്കാനുമായിരുന്നു പിന്നീടുള്ള ആസാദിന്റെ പ്രവർത്തനങ്ങൾ. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം, തെരുവുവിളക്കുകൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതിന് മാറ്റമുണ്ടായില്ല. വികസനങ്ങൾ മുരടിപ്പിക്കുന്ന നയമാണ് ഭരണാധികാരികൾ സ്വീകരിച്ചത്. ഇതിനെതിരെ മാധ്യമങ്ങൾ വഴി പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല.
ഇതിനെ തുടർന്നാണ് തന്റേതായ ശൈലിയിൽ പ്രദേശവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ആസാദ് തന്നെ മുന്നിട്ടിറങ്ങിയത്. പ്രതിപക്ഷമില്ല, ഭരണപക്ഷം ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഞങ്ങളുടെ നാട്ടുകാർക്ക് എത്തിയതുകൊണ്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ നാട്ടിൽ മത്സരിക്കാനുള്ള വീട് എല്ലാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ രണ്ട് കൂട്ടരെയും ഇല്ലാതെ പുതിയൊരു സംഗതി വേണം എന്നുള്ളൊരു താല്പര്യമാണ് എല്ലാ ജനങ്ങൾക്കുള്ളത്. മത്സര രംഗത്ത് ശക്തനായി എതിരാളികളെ നേരിടാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥി BP മൊയ്തീന്റെ സഹോദരൻ BP റഷീദ്, CPMന്റെ സ്ഥാനാർത്ഥി ബ്രിജേഷ് തുടങ്ങിയവരാണ് എതിരാളികൾ. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേരള NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷൻ 10ാം മേഖലാ സമ്മേളനം കോഴിക്കോട് നടന്നു. ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസർ ജോസഫ് തോമസ് ഉദ്ഘാടനം ചെയ്തു. NCC വകുപ്പിലെ സംസ്ഥാന ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനും കടമ നിർവഹണത്തിനും വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷൻ. സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജില്ലാ സൈനിക് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസർ ജോസഫ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് ചെയർമാൻ വിജയകൃഷ്ണൻ K അധ്യക്ഷനായിരുന്നു. ഗ്രൂപ്പ് മാനേജർ അശോകൻ P, പ്രൊവിഡൻസ് കോളേജ് ANO ലിനി E, സംസ്ഥാന പ്രസിഡന്റ് PC ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി V അനിൽകുമാർ, മണികണ്ഠൻ നായർ N, വിജയൻ K നായർ, ഗഫാർ CP, പ്രകാശൻ M എന്നിവർ സംസാരിച്ചു. 1966 ഈ സംഘടന രൂപീകൃതമായത്. സ്വാമി ശ്വാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണം വേണമോ എന്നത് ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുതിയ തെളിവുകൾ കിട്ടിയാൽ മാത്രമാണ് തുടരന്വേഷണം നടത്താനാകുകയെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമി ശ്വാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം വേണമോ എന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ക്രിമിനൽ നടപടിക്രമമനുസരിച്ച് പുനരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും അദ്ദേഹം കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കി. 2 വർഷം മുമ്പാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതിന്റെ അന്തിമ റിപ്പോർട്ട് കോടതികളിൽ സമർപ്പിച്ചത്. പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയൂ. പുനരന്വേഷണം എന്നുള്ളത് CRPC അനുസരിച്ചില്ല. പുതിയ തെളിവുകൾ കിട്ടിയാൽ മാത്രമാണ് തുടരന്വേഷണം നടത്താനാവുക. ഇക്കാര്യത്തിൽ സർക്കാരിന് ആരെയും രക്ഷിക്കാനോ കുറ്റക്കാരനാക്കാനോ ഉദ്ദേശമില്ല. ശ്വാശ്വതീകാനന്ദയുടെ മരണത്തിൽ 3 അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി. 3ലും മുങ്ങിമരണമെന്നാണ് കണ്ടെത്തിയത്. ബിജു രമേശിനെയും പ്രീനെയുമെല്ലാം അന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായെങ്കിൽ അക്കാര്യം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും. MM മണിയുടെയും IG ലക്ഷ്മണിയുടെയും കാര്യത്തിൽ തുടരന്വേഷണം ഉണ്ടായത് അങ്ങനെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. RSPയുടെയും SNDPയുടെയും ഗതിയാകും വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്കുമുണ്ടാവുക. SNDP RSS കൂട്ടുകെട്ടിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എതിർക്കുന്നില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞു നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിത്വത്തിന് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് CPM ശ്രമിക്കേണ്ടത്. CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിലെ ചിലയിടത്ത് പത്രിക നൽകാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ആരും പോലീസിനെ സമീപിച്ചില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ജീവിത യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി ഫോട്ടോഗ്രാഫർ അജീബ് കോമാച്ചിയുടെ ഹിന്ദുസ്ഥാനി ഫോട്ടോ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പ്രദർശനം 25 വരെ തുടരും. അജീബ് കോമാച്ചിയുടെ ഹിന്ദുസ്ഥാനി ഒരു ഇന്ത്യൻ കഥനകഥ എന്ന ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു.
അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചകൾ ഫോട്ടോഗ്രാഫർ അജീബ് കോമാച്ചിയാണ് പകർത്തിയത്. ഡിജിറ്റൽ ഇന്ത്യയുടെ പൊങ്ങച്ചങ്ങൾക്കപ്പുറത്തെ ജനസാമാന്യത്തിന്റെ കഥയാണ് ചിത്രങ്ങളിൽ തെളിയുന്നത്. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന്റെ വിഷൻ 2016 പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ മാസങ്ങൾ സഞ്ചരിച്ചാണ് ദൈന്യതയുടെ ഇന്ത്യൻ പരിച്ഛേദം ക്യാമറയിൽ പകർത്തിയത്. ചെറിയ കാറ്റിനു പോലും തുടച്ചെടുക്കാവുന്ന വീടുകളിലിരുന്ന് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുന്നവന്റെ പെടാപ്പാടാണ് ചിത്രങ്ങളിൽ ഏറെയുമുള്ളത്. ഒട്ടിയ വയറുമായി എല്ലുനുറങ്ങും വരെ പൊരിവെയിലെത്തിരുന്ന് ജോലി, നാണം മറയ്ക്കാൻ തുണിക്കഷ്ണം പോലുമില്ലാതെ തെരുവിൽ അലയുന്ന കുട്ടികൾ, കടത്തണ്ണയിൽ നാൽക്കാലികൾക്കൊപ്പവും തലചായ്ക്കുന്നവർ തുടങ്ങി കഥകളിൽ മാത്രം കേട്ടറിഞ്ഞ ഒരു ഇന്ത്യയുടെ ഭാവതലങ്ങളാണ് ക്യാമറയിൽ അജീബ് കോമാച്ചി ഒപ്പിയെടുത്തത്. കഷ്ടപ്പാടിന്റെ കഥയറിയാൻ എല്ലാവരും ഈ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കണമെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ രക്ഷാധികാരി പ്രൊഫസർ KA സിദ്ദിഖ് ഹസൻ പറഞ്ഞു. തന്റെ പ്രദർശനത്തെക്കുറിച്ച് അജീബ് കോമാച്ചി: കേരളത്തിന്റെ നമ്മളെ വളർച്ചയുടെ 7 അയലത്ത് പോലും എത്താത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ അവതരിപ്പിക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചന്ദ്രനിലെത്തുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങൾ തേടി വരെ പോകുന്ന ഏറ്റവും വളർച്ചയുടെ ഈ ഘട്ടത്തിൽ സ്വന്തം നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ചെറുപ്പം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന്. നമ്മൾ എത്രത്തോളം ഇവരെ നേരെ തിരിഞ്ഞു നോക്കുന്നുണ്ടെന്നുള്ളതാണ്. ഗവൺമെൻറ്റുകളും അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളും എല്ലാം അവഗണിച്ച ഇത്തരം ആളുകളെ പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ഒരു മെസ്സേജായിട്ട് ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ P. സുലൈമാൻ അധ്യക്ഷം വഹിച്ചു. നജീബ് കുറ്റിപ്പുറം, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, P. മുസ്തഫ, സംവിധായകൻ സലാം ബാബു, രാജനന്ദിനി, അജീബ് കോമാച്ചി, PM ഹനീഫ ഹാജി എന്നിവർ സംസാരിച്ചു. പ്രദർശനം 25-ന് സമാപിക്കും. അടുത്ത 5 വർഷവും കേരളം UDF തന്നെ ഭരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ UDF അനുകൂല കാറ്റ് കോഴിക്കോട്ട് ഉണ്ടാകുമെന്നും കോർപ്പറേഷനിൽ ഭരണം UDF പിടിച്ചെടുക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ UDF അനുകൂല കാറ്റ് കോഴിക്കോട്ടും ഉണ്ടാകുമെന്നും പോരായ്മകൾ തിരുത്തി UDF അജയ്യരായി മുന്നേറ്റം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ വർഷം ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടമായ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥികളുടെ സംഗമവും ജില്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ജയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതാണ് UDFന് കോർപ്പറേഷൻ. 2009 ശേഷമുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് മികച്ച നേട്ടമുണ്ടാക്കാനായി. അരുവിക്കരയിലെ വിജയത്തോടെ UDF വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര തുടരുകയാണ്. അടുത്ത 5 വർഷവും കേരളം UDF തന്നെ ഭരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P. ശങ്കരൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രി ഡോക്ടർ MK മുനീർ, MP വീരേന്ദ്രകുമാർ, MK രാഘവൻ MP, ഉമ്മർ പാണ്ഡികശാല, KC അബു, T. സിദ്ദിഖ്, MC മായൻ ഹാജി, P. കിഷൻ ചന്ദ്, N. സുബ്രഹ്മണ്യൻ, MT പത്മ, PM സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വ്യാപാര സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് K. ഹസൻ കോയ. സംഘടനയുടെ സിറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ കോയ വിഭാഗത്തിന്റെ സിറ്റി കൺവെൻഷൻ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് K. ഹസൻ കോയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ ആവശ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്താം. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. എന്നിരുന്നാലും നമ്മൾ ഒന്നാണ്, നമുക്കൊന്നാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വർഗബോധം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളൊക്കെ ഏകോപനം ശ്രമിച്ചത്. ഇന്ന് നമ്മൾ പലരും മനസ്സുകൊണ്ട് അതിനെ വെറുക്കുന്നു, ക്ഷതിക്കുന്നു, അകന്നുപോകുന്നു. കാരണം എന്താണ് നമ്മൾ ചിന്തിക്കണം? അതുവഴി സംഘടനയുടെ ശക്തി തളരുന്നു, നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, തുടങ്ങിയ ഒട്ടേറെ പരാതികളും നമ്മുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നു. ഇത്തരമൊരു അവസരത്തിലാണ് നമ്മുടെ സംഘടനയ്ക്ക് പറ്റിയിട്ടുള്ള അപജയം, അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ ദൂർത്ത്, തട്ടിപ്പ്, വെട്ടിപ്പ്, ചൂഷണം തുടങ്ങിയ ഒട്ടേറെ തിരുമകൾ കൊണ്ട് ഏകോപന സമിതി മൂടപ്പെട്ടപ്പോൾ സംശുദ്ധാക്കളായ കുറെ കച്ചവടക്കാർ, ആത്മാർത്ഥതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻജി ആത്മാർത്ഥതയുള്ള കുറെ കച്ചവടക്കാർ ഇതിനെതിരായിട്ട് സംഘടന പുറത്തേക്ക് വന്നു. എം മുഹമ്മദ് ഹസൻ, പി നൌഷാദ്, അബ്ദുൽ നാസർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുക്തിചിന്ത നൽകുന്ന നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എ അച്യുതൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള നവോത്ഥാനവും യുക്തിചിന്തയും എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ മതേതര നിലപാടുകൾക്ക് അടിത്തറയായി വർത്തിച്ച നവോത്ഥാന മൂല്യങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിഷത്ത് അതിന്റെ 52ാം വാർഷിക സുവനീർ കേരള നവോത്ഥാനവും യുക്തിചിന്തയും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. സുവനീറിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ചുള്ള പ്രഭാഷണവും കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ഡോക്ടർ എ അച്യുതൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി നാടകകൃത്തും ചിത്രകാരനുമായ ബൈജുരാജ് ഏറ്റുവാങ്ങി. യുക്തിചിന്ത നൽകുന്ന നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഡോക്ടർ എ അച്യുതൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പ്രധാനമായിട്ട് കൺസ്യൂമർ ക്യാപിറ്റലിസ്റ്റിനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഒരു 6-7 ലേഖനങ്ങൾ ഞാൻ വായിക്കും. ഇതിനു മുമ്പ് 5 എക്സ്റ്റിങ്ഷൻസ്, അതായത് വലിയ വംശനാശങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊഫസർ കെ പാപ്പുട്ടി പുസ്തകം പരിചയപ്പെടുത്തി. നവോത്ഥാനവും യുക്തിചിന്തയും എന്ന വിഷയത്തിൽ പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുങ്കര പ്രഭാഷണം നടത്തി. യോഗത്തിൽ പരിഷത്ത് കോർപ്പറേഷൻ മേഖലാ പ്രസിഡന്റ് ലാംബർട്ട് ജോസഫ് അധ്യക്ഷം വഹിച്ചു. മേഖലാ സെക്രട്ടറി പി കെ മാർക്കോസ്, എൻ എം പ്രദീപൻ എന്നിവർ സംസാരിച്ചു. JCI കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ 25ാമത് ജില്ലാതല JC നഴ്സറി കലോത്സവം കൊയിലാണ്ടി പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച നടക്കും. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ നഴ്സറി വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. JCI കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ 25ാമത് ജില്ലാതല JC നഴ്സറി കലോത്സവം കൊയിലാണ്ടി പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 29-ന് ഞായറാഴ്ച നടക്കും. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത ഫോറത്തിൽ സ്കൂൾ അധികൃതർ മുഖാന്തരം മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യണം. 4 വേദികളിലായി ഫോക്ക് ഡാൻസ്, കളറിംഗ്, പെൻസിൽ ഡ്രോയിംഗ്, കവിതാ പാരായണം, കഥ പറയൽ, സംഘഗാനം, സംഘനൃത്തം, ഒപ്പന എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂരിപ്പിച്ച രജിസ്ട്രേഷൻ ഫോറം പ്രൊജക്ട് ഡയറക്ടർ, JC നഴ്സറി കലോത്സവം, പ്രൊജക്ട് ഓഫീസ്, അക്കൌണ്ട് അഫയേഴ്സ്, ആംഫിയ കോംപ്ലക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി എന്ന വിലാസത്തിൽ നവംബർ 18-ന് മുൻപ് ലഭിക്കേണ്ടതാണെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മത്സരിക്കുന്ന മുഴുവൻ കൊച്ചു കലാകാരന്മാർക്കും സമ്മാനമായി ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും എന്നത് കലോത്സവത്തിന്റെ പ്രത്യേകതയാണ്. കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് JC സുജിത് മെമ്മോറിയൽ ട്രോഫിയും, 2ാം സ്ഥാനം നേടുന്ന സ്കൂളിന് JC ഷീൽഡും, 3ാം സ്ഥാനം നേടുന്ന സ്കൂളിന് JJ രാഹുൽ സുജിത് മെമ്മോറിയൽ ഷീൽഡും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 98408075 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൊയിലാണ്ടി കൊരയങ്ങാട് തുരു കൊരയങ്ങാട് കലാക്ഷേത്രത്തിൽ ഇടക്കവാദ്യ അരങ്ങേറ്റം നടത്തുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് 24 ഇടക്കവാദ്യ വിദ്യാർത്ഥികൾ അരങ്ങിലേക്ക് എത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30-ന് കൊരയങ്ങാട് തുരു മഹാഗണപതി ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് പരിപാടി നടക്കുന്നത്. കൊരയങ്ങാട് കലാക്ഷേത്രത്തിലെ ഇടക്കവാദ്യ ആശാൻ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പെരിങ്ങോട് സുബ്രഹ്മണ്യന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ്. പെരിങ്ങോട് മേജർ പഞ്ചവാദ്യ സംഘത്തിന്റെയും കൊരയങ്ങാട് ക്ഷേത്രവാദ്യ സംഘത്തിന്റെയും നേതൃത്വത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പെരിങ്ങോട് സുബ്രഹ്മണ്യനാശൻ എന്നിവർ സാക്ഷ്യം വഹിക്കും. ശ്രീ സദ്ഗുരു സംഗീത സഭയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പൈ സംഗീതോത്സവം കോഴിക്കോട് സംഘടിപ്പിക്കുന്നു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ഈ മാസം 25 മുതൽ 31 വരെയാണ് പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
സംഗീത വിദഗ്ധരായ പുതുക്കോട് എസ് കൃഷ്ണ അയ്യർ, GS ശ്രീകൃഷ്ണൻ, പാലൈ CK രാമചന്ദ്രൻ, ഹരിപ്പാട് KPN പിള്ള എന്നിവർ കച്ചേരികൾ അവതരിപ്പിക്കും. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് പ്രൊഫഷൻ എക്സലൻസും ചാവറ അക്കാദമിയും സംയുക്തമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ എന്നിവ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 24 രാവിലെ 10 മണിക്ക് ചാവറ അക്കാദമിയിൽ വെച്ച് നടക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ M. അബ്ദുൽ സലാം നിർവഹിക്കും. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ യുവ സംരംഭക പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9744400185 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തുടർ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരാനും കലാ സാംസ്കാരിക പരിപാടികളുടെ ഒരു ശ്രേണിക്ക് ടാഗോർ സെന്ററി ഹാളിൽ ഒക്ടോബർ 24 തുടക്കം കുറിക്കുകയാണ്. പ്രശസ്ത ഗസൽ ഗായകൻ ഷഹബാസ് അഹമ്മൻ അവതരിപ്പിക്കുന്ന ഗസൽ രാവ് 2015 എന്ന പരിപാടിയാണ് ആദ്യ സംരംഭമായി നടക്കുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് സമഗ്രമായ സൌജന്യ ചികിത്സയും പുനരധിവാസവും ലഭ്യമാക്കിക്കൊണ്ട് 2008 കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് വയനാട്, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 43 ക്ലിനിക്കുകളിലായി 3000-ലധികം രോഗികളാണ് MHAT-ലൂടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വിധേയരായിട്ടുള്ളത്. ടാഗോറിൽ നടക്കുന്ന പരിപാടി പ്രവേശന പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9633918882 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. അറിയിപ്പ്: വിജയദശമി, മുഹറം, വാരാന്ത്യാവധി എന്നിവ കാരണം ഒക്ടോബർ 23 മുതൽ 25 വരെ അവധിയായതിനാൽ രജിസ്ട്രേഡ് ഇതര തപാൽ ഉരുപ്പടികൾക്കും സ്പീഡ് പോസ്റ്റുകൾക്കുമായി ഒക്ടോബർ 24 തപാൽ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് വിമാനത്താവളം സ്തംഭനാവസ്ഥയിലേക്ക്. വിവിധ വകുപ്പുകളിലെ അഴിമതി തടയുന്നതിന് CBI അന്വേഷണം നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. സോഫ്റ്റ്വെയറിന്റെ തകരാർ കാരണം അധ്യാപകർക്കായുള്ള ഇലക്ഷൻ ക്ലാസിൽ അനിശ്ചിതത്വം. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ക്ലാസുകൾ പുനരാരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ മുന്നേറുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.